മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഒരു കണ്ടിന്യൂസ് ബീമിനെ എങ്ങനെ അനലൈസ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ആദ്യം അതിനുള്ള സ്റ്റെപ്സ് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, അസ്യൂമിങ് ഓൾ എൻഡ്സ് ആർ ഫിക്സ്ഡ്, ഫൈൻഡ് ദ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് ഡെവലപ്ഡ്. നമ്മൾ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ അല്ലെങ്കിൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യുന്ന പോലെ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് ഡെവലപ്പ് ആവുന്നത് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ എൻഡ്സും ഫിക്സ്ഡ് ആണെന്ന് അസ്യൂം ചെയ്യുവാണ്. നെക്സ്റ്റ്, കാൽക്കുലേറ്റ് ദ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സ് ഫോർ ഓൾ മെമ്പേഴ്സ് മീറ്റിംഗ് അറ്റ് എ ജോയിന്റ്. അപ്പോൾ ജോയിൻസ് എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ മെമ്പേഴ്സ് ആണോ ഉള്ളത് അതിലേക്ക് എത്ര ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറാണ് വരിക എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ്, ബാലൻസ് എ ജോയിന്റ് ബൈ ഡിസ്ട്രിബ്യൂട്ടിംഗ് ബാലൻസിംഗ് മൊമെന്റ് ദാറ്റ് ഈസ് നെഗറ്റീവ് ഓഫ് അൺബാലൻസ്ഡ് മൊമെന്റ് അറ്റ് ദ ജോയിന്റ് to various members meeting at the joint proportional to their distribution factors. Do the similar exercise for all joints. അതായത് നമ്മൾ ഈ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ജോയിന്റ് എടുത്തിട്ട് അവിടെയുള്ള ബാലൻസിങ് മൊമെന്റ് കണ്ടുപിടിക്കണം. അതായത് ബിഗിനിങ്ങിൽ ഒരു അൺബാലൻസ്ഡ് മൊമെന്റ് ആയിരിക്കും ഉണ്ടാവുക. ആ അൺബാലൻസ്ഡ് മൊമെന്റിനെ നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നെഗറ്റീവ് ഓഫ് അൺബാലൻസ്ഡ് മൊമെന്റ് ആണ് എടുക്കേണ്ടത്. മാത്തമാറ്റിക്കലി പറയുകയാണെങ്കിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയുള്ള മൊമെന്റ് എന്ന് പറഞ്ഞാൽ അൺബാലൻസ്ഡ് മൊമെന്റിന്റെ മാഗ്നിറ്റ്യൂഡും അതിന്റെ നെഗറ്റീവ് വാല്യൂം കൊടുക്കുമ്പോഴാണ് ആവുന്നത്. അപ്പോൾ ജോയിന്റിൽ കുറേ മെമ്പേഴ്സ് മീറ്റ് ചെയ്യുന്നുണ്ട്. ആ മെമ്പേഴ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഈ ബാലൻസിങ് മൊമെന്റിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ആൻഡ് ദാറ്റ് ഷുഡ് ബി പ്രപ്പോർഷണൽ ടു ദിയർ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. ഈ പറഞ്ഞ കാര്യം നമ്മൾ എല്ലാ ജോയിന്റ്സിലും അപ്ലൈ ചെയ്യാം. സ്റ്റെപ്പ്, ക്യാരി ഓവർ ഹാഫ് ദ ഡിസ്ട്രിബ്യൂട്ടഡ് മൊമെന്റ് ടു ദ ഫാർ എൻഡ് ഓഫ് ദ മെമ്പർ. This upsets the balance of the joint. അതായത് നമ്മൾ ഇങ്ങനെ അൺബാലൻസ്ഡ് മൊമെന്റിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെമ്പേഴ്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസ്ട്രിബ്യൂട്ടഡ് മൊമെന്റ് നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഹാഫ് മൊമെന്റിനെ നമ്മൾ ക്യാരി ഓവർ ചെയ്യണം അതിന്റെ ഫാർ എൻഡ് ഓഫ് ദ മെമ്പറിലേക്ക്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ABC എന്ന് പറയുന്ന സ്പാൻ ഉണ്ടെങ്കിൽ B എന്ന് പറയുന്ന ജോയിന്റിൽ വരുന്ന മെമ്പേഴ്സ് ഇതൊക്കെയായിരിക്കും. BA ഉണ്ടാവും, അതേപോലെ BC ഉണ്ടാവും. അപ്പം ബിയിൽ വരുന്ന അൺബാലൻസ്ഡ് മൊമെന്റിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ വെച്ചിട്ട് ബാലൻസ് ചെയ്യുന്നുണ്ട്. ആ ബാലൻസ്ഡ് മൊമെന്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ആ ബാലൻസിങ് മൊമെന്റിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ ഹാഫ് വാല്യൂവിനെ ക്യാരി ഓവർ ചെയ്യുന്നുണ്ട് അതിന്റെ ഫാർ എൻഡിലേക്ക്. അതായത് B എന്ന ജോയിന്റിൽ വരുന്ന മൊമെന്റ് എന്തെങ്കിലും വാല്യൂ ഉണ്ടെങ്കിൽ നമ്മൾ B എന്ന ജോയിന്റിന് Aയിലേക്ക് ക്യാരി ഓവർ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, റിപ്പീറ്റ് സ്റ്റെപ്സ് 3 and 4 till distributed moments are negligible. അപ്പോൾ നമ്മൾ ഈ പ്രൊസീജിയർ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. എപ്പോഴാണ് നിർത്തേണ്ടത്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന മൊമെന്റിന്റെ വാല്യൂ നെഗ്ലിജിബിൾ ആവുന്നവരെ സ്റ്റെപ്സ് 3 and 4 കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. അതായത് തേർഡ് സ്റ്റെപ്പ് എന്താണ്? ജോയിന്റിൽ വരുന്ന മൊമെന്റിന് നമ്മൾ ബാലൻസ് ചെയ്യണം. ആ ബാലൻസ് ചെയ്യുന്ന മൊമെന്റ് നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം അതിന്റെ മെമ്പേഴ്സിലേക്ക്. അതിനുശേഷം ഈ ഡിസ്ട്രിബ്യൂട്ടഡ് മൊമെന്റിന്റെ ഹാഫിന് നമ്മൾ അതിന്റെ ഫാർ എൻഡിലേക്ക് ക്യാരി ഓവർ ചെയ്യണം. ഈ രണ്ട് സ്റ്റെപ്സും നമ്മൾ എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്യുക. എപ്പോൾ വരെ റിപ്പീറ്റ് ചെയ്യണം? ഡിസ്ട്രിബ്യൂട്ടഡ് മൊമെന്റ് നെഗ്ലിജിബിൾ ആവുന്നവരെ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ മൊമെന്റ്സിനെയും ഓരോ പെർട്ടിക്കുലർ എൻഡിലുള്ള എല്ലാ മൊമെന്റ്സിന്റെ വാല്യൂവിനും ആഡ് ചെയ്തിട്ട് ഫൈനൽ മൊമെന്റ് കിട്ടണം. സം അപ്പ് ഓൾ ദ മൊമെന്റ്സ് അറ്റ് എ പെർട്ടിക്കുലർ എൻഡ് ഓഫ് ദ മെമ്പർ ടു ഗെറ്റ് ദ ഫൈനൽ മൊമെന്റ്. ഓക്കെ, സോ ഇത്രയും സ്റ്റെപ്സ് ആണ് ചെയ്യേണ്ടത്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവണമെങ്കിൽ ഒരു പ്രോബ്ലം ചെയ്യണം. അപ്പോൾ പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. Analyze the continuous beam as shown in figure by moment distribution method and draw the bending moment diagram and shear force diagram. ABC എന്ന് പറയുന്ന ബീം ഉണ്ട്. ഇതിൽ A സപ്പോർട്ടും C സപ്പോർട്ടും ഫിക്സ്ഡ് ആണ്. AB-യിൽ വരുന്ന സ്പാൻ 6 മീറ്റർ ആണ്. BC-യിൽ വരുന്ന സ്പാൻ 6 മീറ്റർ ആണ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂ 3i ആണ് ഫോർ AB സ്പാൻ. BC സ്പാനിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ 2i ആണ്. ഇനി ലോഡിങ്ങിന് പറയുകയാണെങ്കിൽ 30 kN per മീറ്റർ ലോഡാണ് AB സ്പാനിൽ ആക്ട് ചെയ്യുന്നത്. 72 kN ലോഡാണ് BC സ്പാനിൽ ആക്ട് ചെയ്യുന്നത്. ബിയിൽ നിന്നും 4 മീറ്റർ ഡിസ്റ്റൻസിലാണ് 72 kN ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? സൊല്യൂഷനാണ് നോക്കേണ്ടത്. അപ്പോൾ സൊല്യൂഷനിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് കണ്ടുപിടിക്കലാണ്. ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഓരോ സ്പാൻ കൺസിഡർ ചെയ്യുന്നു. സോ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്ന MFAB ആണ്. MFAB എങ്ങനെയാണ് കണ്ടുപിടിക്കുക?
എ ബി സ്പാനിൽ ഒരു യൂഡിയൽ 30 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്താണ്? ഇറ്റ് ഈസ് -WL²/12. ഇവിടെ ഡബ്ല്യുവിൻ്റെ വാല്യൂ 30 ആണ്, എല്ലിൻ്റെ വാല്യൂ 6 ആണ്. സോ 30 × 6²/12 വിൽ ബി ഈക്വൽ ടു -90 കിലോ ന്യൂട്ടൺ മീറ്റർ. ഇനി ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാണ്? MFBA കണ്ടുപിടിക്കുകയാണ്. -90 കിലോ ന്യൂട്ടൺ മീറ്റർ ആണെങ്കിൽ MFBA പറയുമ്പോൾ ക്ലോക്ക് വൈസ് മൊമെന്റ് ആയിരിക്കും. ദ വാല്യൂ വിൽ ബി +90 കിലോ ന്യൂട്ടൺ മീറ്റർ. ഇനി BC സ്പാൻ കൺസിഡർ ചെയ്യുവാണെങ്കിൽ 2 സ്പാൻ നമ്മൾ എന്തെടുക്കുന്നത്? ഫിക്സ്ഡ് ആണെന്ന് അസ്യൂം ചെയ്യുന്നു. BCയിൽ B എന്ന് പറഞ്ഞ സപ്പോർട്ടിൽ ഒരു ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആക്ട് ചെയ്യുന്നു. C എന്ന് പറഞ്ഞ സപ്പോർട്ടിൽ ഒരു ക്ലോക്ക് വൈസ് മൊമെന്റ് ആക്ട് ചെയ്യുന്നു. 72 കിലോ ന്യൂട്ടൺ ലോഡ് ആക്ട് ചെയ്യുന്ന എവിടെയാണ്? 4 മീറ്റർ ഫ്രം ദ സപ്പോർട്ട് B ആണ്. അപ്പോൾ ഇങ്ങനെ വരുവാണെങ്കിൽ ഇത് എക്സെൻട്രിക് ലോഡിംഗ് ആണ്. ഇവിടെ നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ട ഇക്വേഷൻ ഏതാണ്? -WAB²/L² ആണ്. W വാല്യൂ 72, A വാല്യൂ 4, B വാല്യൂ 2. അപ്പോൾ -72 × 4 × 2²/6² is equal to സോൾവ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ -32 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്. നെക്സ്റ്റ് ഫിക്സ്ഡ് ആൻഡ് മൊമെന്റ് ഫോർ ദ സ്പാൻ CB ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വീണ്ടും ഇവിടെയാണ് നമ്മൾ AB² എടുക്കുന്നത്. രണ്ടാമത്തെ കേസിൽ A²B ആണ് വരുന്നത്. സോ -72 × 4² × 2/6² വരും. സോൾവ് ചെയ്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ 64 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്. ഇതാണ് നമ്മുടെ ഫിക്സ്ഡ് ആൻഡ് മൊമെന്റ്സ്. ഓക്കെ, 2 സ്പാൻ ആണുള്ളത്. അതിലുള്ള ഫിക്സ്ഡ് ആൻഡ് മൊമെന്റ്സ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കലാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു ടേബിൾ ഉണ്ടാക്കുവാണ്. ടേബിളിൽ എന്തൊക്കെ വരണം? ജോയിൻസ് ഏതൊക്കെയാണോ അതാണ് ഫസ്റ്റ് എഴുതേണ്ടത്. ഈ ജോയിൻസിൽ ഏതൊക്കെ മെമ്പേഴ്സ് ആണ് വരുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ മെമ്പേഴ്സ് ആണ് ഈ ഒരു ജോയിന്റ് ഫോം ചെയ്യുന്നത് നോക്കണം. അതിനൊരു ടേബിൾ ഉണ്ടാവണം. പിന്നെ ഇൻഡിവിജ്വൽ സ്റ്റിഫ്നെസ് വേണം, പിന്നെ ജോയിന്റ് സ്റ്റിഫ്നെസ് വേണം, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ വേണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ടേബിളിൽ വേണ്ടത്. അപ്പോൾ നമ്മൾ ABC എന്ന് പറയുന്ന സ്പാൻ എടുക്കുന്ന സ്ഥിതിക്ക് B എന്ന് പറഞ്ഞ ജോയിന്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ B എന്ന് പറഞ്ഞ ജോയിന്റ് എഴുതുന്നു. B ജോയിന്റിൽ ഏതൊക്കെ മെമ്പേഴ്സ് വരും? B ജോയിന്റിൽ BA എന്ന് പറയുന്ന മെമ്പറും വരും, BC എന്ന് പറയുന്ന മെമ്പറും ഉണ്ടാവും. സോ BA BC. ഫാർ എൻഡ് ഫിക്സ്ഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഫാർ എൻഡ് കണ്ടിന്യൂസ് ആണെങ്കിൽ സ്റ്റിഫ്നെസിന്റെ വാല്യൂ 4EI/L ആണ് വരിക. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയാണെങ്കിൽ 4EI/L ആണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 4E അതുപോലെ തന്നെ എഴുതി. ഐൻ്റെ വാല്യൂ എന്താണ്? സ്പാൻ ABയിൽ ദ വാല്യൂ ഇസ് 3I. അപ്പോൾ 3I സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എല്ലിൻ്റെ വാല്യൂ 6 ആണ്. അപ്പോൾ 4 3s are 12/6 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ വാല്യൂ വരിക? 2EI. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ BC സ്പാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വീണ്ടും എന്താണ്? BC എടുക്കുകയാണെങ്കിൽ B എന്ന് പറഞ്ഞത് നിയർ എൻഡും C എന്ന് പറയുന്നത് ഫാർ എൻഡും ആയിരിക്കും. അപ്പം വീണ്ടും നമ്മൾ എടുക്കേണ്ടത് എന്താണ്? 4EI/L ആണ്. 4E മൾട്ടിപ്ലൈഡ് ബൈ I വാല്യൂ ഇവിടെ 2I ആണ്. അതുകൊണ്ട് 2I സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എല്ലിൻ്റെ വാല്യൂ 6 ആണ്. സോ 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ 4 × 2 8, 8/6 വാല്യൂ സോൾവ് ചെയ്താൽ 1.33EI എന്നാണ് കിട്ടുക. നെക്സ്റ്റ് കോളത്തിൽ നമ്മൾ എഴുതിയേക്കുന്ന ജോയിന്റ് സ്റ്റിഫ്നെസ് ആണ്. ജോയിന്റ് സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റിഫ്നെസ്സും, ഒരു പെർട്ടിക്കുലർ ജോയിന്റിൽ വരുന്ന എല്ലാ സ്റ്റിഫ്നെസ്സും നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ 2 + 1.33EI ആണ് ആഡ് ചെയ്യേണ്ടത്. യു വിൽ ബി ഗെറ്റിംഗ് 3.33EI. ഇതാണ് നമ്മുടെ ജോയിന്റ് സ്റ്റിഫ്നെസ്. ഇനി ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഫോർ BA അതേപോലെ BC ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇൻഡിവിജ്വൽ സ്റ്റിഫ്നെസ് ഡിവൈഡ് ബൈ ടോട്ടൽ സ്റ്റിഫ്നെസ് ആണ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഫോർ എ മെമ്പർ. അപ്പം ഫസ്റ്റ് വാല്യൂ നമ്മൾ എടുക്കുകയാണെങ്കിൽ 2EI ആണല്ലോ അല്ലേ? ഡിവൈഡ് ബൈ 3.33EI ആണ് വരിക. അപ്പോൾ 2/3.33 ചെയ്ത് കഴിഞ്ഞാൽ 0.6 ആണ് വരിക. അതേപോലെ 1.33 ഡിവൈഡഡ് ബൈ 3.33EI ചെയ്ത് കഴിഞ്ഞാൽ 0.4 ആണ് വരിക. സോ ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഫോർ ദ സ്പാൻ BA, സ്പാൻ BC. ഇനി നമ്മൾ ചെയ്യേണ്ടത് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഉള്ളത് 3 സപ്പോർട്ട്സ് ആണ്. സോ നമ്മൾ ഉണ്ടാക്കുന്ന ടേബിളിൽ A സപ്പോർട്ട് വരണം, B സപ്പോർട്ട് വരണം, C സപ്പോർട്ട് വരണം. ഓക്കെ, B സപ്പോർട്ടിലാണ് ജോയിന്റ് ഉള്ളത്. സോ നമുക്ക് കിട്ടുന്ന ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്താണോ അത് നമ്മൾ ഇവിടെ എഴുതുന്നു. ചെറിയൊരു ബോക്സ് ഉണ്ടാക്കിയിട്ട് അത് എഴുതുവാണ്. സോ ഫസ്റ്റ് BA മെമ്പറിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.6 ആണ്. BC മെമ്പറിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.4 ആണ്. നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യം എന്താണ്? എല്ലാ ഫിക്സ്ഡ് ആൻഡ് മൊമെന്റ്സിന്റെ വാല്യൂ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സപ്പോർട്ട്സിൽ എഴുതി കൊടുക്കുക. ഓക്കെ, സോ MFABയുടെ വാല്യൂ -90 ആയിരുന്നു, അത് ഇവിടെ എഴുതി. നെക്സ്റ്റ് MFBയുടെ വാല്യൂ 90 ആയിരുന്നു, അത് എഴുതി.
എം എഫ് ബി സി വാല്യൂ -32 ആണ്, എം എഫ് സി ബിയുടെ വാല്യൂ 64 ആണ്. അപ്പോൾ നമ്മൾ കറസ്പോണ്ടിങ്ങിൽ എല്ലാ ഫിക്സ്ഡ് ആൻഡ് മൊമെന്റ്സ് വാല്യൂസും എഴുതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഒരു ജോയിന്റ് കൺസിഡർ ചെയ്യുന്നു, അവിടെ വരുന്ന അൺബാലൻസ്ഡ് മൊമെന്റ് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഇതാണ് നമ്മുടെ ജോയിന്റ്. ഈ ജോയിന്റിൽ വരുന്ന അൺബാലൻസ്ഡ് മൊമെന്റ് എത്രയാ, ഇവിടെ 90 വരുന്നുണ്ട്, ഇവിടെ -32 വരുന്നുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ മതി. 90 പ്ലസ് -32 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, ഇറ്റ് വിൽ ബി +58. +58 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന അൺബാലൻസ്ഡ് മൊമെന്റ് ആണ് ബി സപ്പോർട്ടിൽ വരുന്നത്. നമ്മളപ്പോൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്തായിരുന്നു, ഈ അൺബാലൻസ്ഡ് മൊമെന്റിനെ നമ്മൾ ബാലൻസ്ഡ് മൊമെന്റ് ആക്കിയിട്ട് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കറസ്പോണ്ടിങ് മെമ്പേഴ്സിലേക്ക് കൊടുക്കണം. ഓക്കെ, സോ 90 - 32 എന്ന് പറഞ്ഞാൽ +58 ആണ്. അപ്പോൾ അതിന് നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി +58 ആണ് കൊടുക്കേണ്ടത്. ആ 58 നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, -58 × 0.6 ചെയ്ത എന്താണോ വാല്യൂ കിട്ടുന്നത് അത് ഇവിടെ എഴുതുന്നു. -58 × 0.4 ചെയ്താൽ എന്താണോ വാല്യൂ കിട്ടുന്നത് അത് ഇവിടെ എഴുതുന്നു. ഓക്കെ, 90 - 32 എന്ന് പറയുന്ന അൺബാലൻസ്ഡ് മൊമെന്റിനെ നമ്മൾ ബാലൻസ്ഡ് മൊമെന്റ് ആക്കുവാണ്. അതിന് എന്നിട്ട് നമ്മൾ മെമ്പറിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. സോ 90 - 32 എന്ന് പറയുന്നത് 58 ആണ്. 58നെ ബാലൻസ് ചെയ്യാൻ വേണ്ടി -58 എന്ന വാല്യൂ ആണ് വരിക. ആ -58 മൾട്ടിപ്ലൈഡ് ബൈ 0.6 ചെയ്യുമ്പോൾ -34.80 വരും. -58 × 0.4 ചെയ്യുമ്പോൾ -23.2 വരും. ഓക്കെ, സോ ദിസ് ഈസ് ദ ഡിസ്ട്രിബ്യൂട്ടഡ് മൊമെന്റ്. ഡിസ്ട്രിബ്യൂട്ടഡ് മൊമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ ആ ഡിസ്ട്രിബ്യൂട്ടഡ് മൊമെന്റിനെ ക്യാരി ഓവർ ചെയ്യണം ടു ദ ഫാർ എൻഡ്. അപ്പം ഈ ഒരു സപ്പോർട്ടിന്റെ ഫാർ എൻഡ് എന്താണ്, അതിന്റെ ഫാർ എൻഡ് എ ആണ്. ഓക്കെ, അപ്പം -34.80ന്റെ ഹാഫ് ആണ് ക്യാരി ഓവർ ചെയ്യേണ്ടത്. ഇതിന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ -17.40 ആണ്. അതേപോലെ -23.2ന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ -11.60 ആണ്. സോ ഈ ഒരു പോർഷനിൽ വരുന്ന മൊമെന്റിനെ ഹാഫ് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ക്യാരി ഓവർ ചെയ്യുക, ഈ ഒരു വാല്യൂവിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് ക്യാരി ഓവർ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നോക്കുവാണെങ്കിൽ വേറെ ജോയിൻസ് ഒന്നുമില്ല, ക്യാരി ഓവർ ചെയ്യാൻ ഒന്നുമില്ല. അപ്പം നമ്മുടെ ഈ ഒരു സ്റ്റെപ്പ് ഇതോടെ കഴിഞ്ഞു. ജസ്റ്റ് ഈ മൊമെന്റ്, അതായത് -90 -17.40 ആഡ് ചെയ്താൽ -107.40 കിട്ടും. 90 - 34.80 ചെയ്താൽ 55.20 കിട്ടും. -32 പ്ലസ് -23.2 ചെയ്താൽ -55.20 കിട്ടും. 64 - 11.60 ചെയ്താൽ 52.40 കിട്ടും. ഇതാണ് നമ്മുടെ ഫൈനൽ മൊമെന്റ്സ് ഫോർ ദ എൻ സപ്പോർട്ട്സ് എ ബി സി, അതായത് AB, BA, BC, CB. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഫൈനൽ മൊമെന്റ്സ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യണം, അതേപോലെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യണം. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് വേണ്ടത് ഫ്രീ ബെൻഡിങ് മൊമെന്റ് വാല്യൂസും എൻഡ് സപ്പോർട്ട് മൊമെന്റ് വാല്യൂസും ആണ്. ആദ്യം നമുക്ക് ഫ്രീ ബെൻഡിങ് മൊമെന്റ് വാല്യൂസ് നോക്കാം. AB സ്പാനിൽ ആക്ട് ചെയ്യുന്ന ഒരു UDL ആയിരുന്നു 30 kN/m. സോ അങ്ങനെ ആണെങ്കിൽ അവിടെ വരുന്ന ഫ്രീ ബെൻഡിങ് മൊമെന്റ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, WL²/8 ആണ്. W വാല്യൂ 30 ആണ്, Lന്റെ വാല്യൂ 6 ആണ്. സോ 30 × 6²/8 ചെയ്താൽ 135 kN/m ആണ് നമുക്ക് കിട്ടുക. നെക്സ്റ്റ് BC സ്പാനിൽ ഒരു പോയിന്റ് ലോഡാണ് ആക്ട് ചെയ്യുന്നത്. ബിയിൽ നിന്ന് 4 മീറ്റർ ഡിസ്റ്റൻസിലാണ് ആക്ട് ചെയ്യുന്നത്. സോ ഫ്രീ ബെൻഡിങ് മൊമെന്റ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, WAB/L ആണ്. ദാറ്റ് ഈസ് 72 × 4 × 2/6. അത് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുക 96 ആണ്. സോ ഇപ്പോൾ ഫ്രീ ബെൻഡിങ് മൊമെന്റ് വാല്യൂസ് നമ്മളെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൽ നമ്മൾ കാണിച്ചേക്കുവാണ്. ഇനി നമുക്ക് എൻഡ് സപ്പോർട്ട് മൊമെന്റ് വാല്യൂസ് കൂടി കാണിക്കണം. നമുക്ക് എന്തൊക്കെ അറിയാം ഇവിടെ, MAB വാല്യൂ അറിയാം, MBA വാല്യൂ അറിയാം, MBC അറിയാം, അതേപോലെ MCB വാല്യൂ അറിയാം. ഫൈനൽ അല്ലെങ്കിൽ എൻഡ് സപ്പോർട്ട് മൊമെന്റ് വാല്യൂസ് ആണ് ഇത്. ഇവിടെയും നമ്മൾ ഫോളോ ചെയ്യുന്ന സൈൻ കൺവെൻഷൻ എന്താണ്, നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ്, പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ ക്ലോക്ക് വൈസ് മൊമെന്റ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ നോക്കുക, ഫസ്റ്റ് വാല്യൂ നെഗറ്റീവ് ആണ്, സെക്കൻഡ് വാല്യൂ പോസിറ്റീവ് ആണ്, പിന്നെ അടുത്ത സ്പാനിലെ വാല്യൂ നെഗറ്റീവ് ആണ്, സെക്കൻഡ് വാല്യൂ പോസിറ്റീവ് ആണ്. ഓക്കെ, സോ ഈ ഒരു ടൈം കൊണ്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഹോഗിങ് മൊമെന്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ന്യൂട്രൽ ആക്സിസിന്റെ മേലെയാണ്, സാഗിങ് മൊമെന്റ് ആണ് ബോട്ടമിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ജസ്റ്റ് വേണമെങ്കിൽ ആദ്യം റെപ്രസെന്റ് ചെയ്യുക. 107.40 എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. നെക്സ്റ്റ് BA എന്ന് പറയുന്ന വാല്യൂ പോസിറ്റീവ് ആണ്, സോ ഇറ്റ് ഇസ് എ ക്ലോക്ക് വൈസ് മൊമെന്റ്.
നെക്സ്റ്റ് ബി സിയിൽ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് മൂവ്മെൻറ്റ് ബിക്കോസ് ഇറ്റ് ഇസ് -55.20. സിയിൽ 52.40 പോസിറ്റീവാണ്, സോ ക്ലോക്ക് വൈസ് മൂവ്മെൻറ്റ്. ഓക്കെ, സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എ ബി സ്പാനിൽ ഒരു സെക്ഷൻ ലൈൻ ഡ്രോ ചെയ്യുന്നു. സെക്ഷൻ ലൈൻ ഡ്രോ ചെയ്തിട്ട് സെക്ഷൻ ലൈനിൻ്റെ ലെഫ്റ്റിൽ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റും റൈറ്റിൽ ക്ലോക്ക് വൈസ് മൊമെൻറ്റും ആണെങ്കിൽ അത് ഏത് മൊമെൻ്റ് ആയിരിക്കും? ഹോഗിങ് മൊമെൻ്റ് ആയിരിക്കും. ഹോഗിങ് മൊമെൻറ്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ജസ്റ്റ് എബവ് ദ ന്യൂട്രൽ ആക്സിസ് ആണ്. അപ്പോൾ കിട്ടിയിരിക്കുന്ന വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? മേലോട്ടേക്ക് റെപ്രസെൻറ്റ് ചെയ്യുക. 107.40, 55.20 റെപ്രസെൻറ്റ് ചെയ്തു. നെക്സ്റ്റ് സ്പാൻ ബി സി ആണ്. ബി സി സ്പാനിൽ നമ്മൾ സെക്ഷൻ ലൈൻ സെൻറ്ററിൽ എടുക്കുകയാണെങ്കിൽ ലെഫ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്, റൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ സെക്ഷൻ ലൈനിൻ്റെ ലെഫ്റ്റിൽ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റും റൈറ്റിൽ ഒരു ക്ലോക്ക് വൈസ് മൊമെൻറ്റും ആണെങ്കിൽ അത് ഹോഗിങ് മൊമെൻ്റ് ആയിരിക്കും. ഹോഗിങ് മൊമെൻറ്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് ന്യൂട്രൽ ആക്സിസിൻ്റെ മേലെയാണ്. അതായത് രണ്ട് വാല്യൂസും മേലെ തന്നെയായിരിക്കും വരിക. ഓക്കെ, 55.20 മേലോട്ടേക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നു, അതേപോലെ 52.40 മേലോട്ടേക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നു. എല്ലാ ലൈൻസും ജോയിൻ ചെയ്യുന്നു. സൂപ്പർ ഇമ്പോസ് ആയ സ്പേസസ് ഉണ്ടാവും, അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. കാരണം ആ പോർഷനിൽ ആ ഒരു മൊമെൻറ്റ് നള്ളിഫൈ ആവും. എവിടെയാണോ ജസ്റ്റ് നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് വാല്യൂസ് വരുന്നത് അത് മാത്രം ഷെയ്ഡ് ചെയ്യുക. ഓക്കെ, സോ ദിസ് വാല്യൂ ഇവിടെ കാണിച്ചേക്കുന്ന നെഗറ്റീവ് വാല്യൂ ആണ്, കാരണം ഇത് നമ്മുടെ എൻ സപ്പോർട്ട് മൊമെൻറ്റിൻ്റെ വാല്യൂ ആണ്. പിന്നെ ഫ്രീ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ ആണ് ഇവിടെ വരിക. സോ പോസിറ്റീവ് വാല്യൂ, ഇവിടെ വീണ്ടും എൻ സപ്പോർട്ട് വാല്യൂ നെഗറ്റീവ് വാല്യൂ, ഇത് പോസിറ്റീവ് വാല്യൂ, ഇത് നെഗറ്റീവ് വാല്യൂ. അങ്ങനെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, നൗ കമ്മിങ് ടു ദ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഷിയർ ഫോഴ്സ് ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് ആദ്യം സോൾവ് ചെയ്യണം. സോ അതിനു വേണ്ടി ബീംസ് സെപ്പറേറ്റ് എടുത്തേക്കുവാണ്. എ ബി അതേപോലെ ബി സി സ്പാൻ സെപ്പറേറ്റ് ഔട്ട് ചെയ്തു. എല്ലാ ലോഡ്സും വരുന്ന എല്ലാ മൊമെൻറ്റ്സും റെപ്രസെൻറ്റ് ചെയ്യുക. ഇവിടെ ഞാൻ RB1 RB2 എന്നാണ് എടുത്തേക്കുന്നത്. സോ ദാറ്റ് RB വിൽ ബി ഈക്വൽ ടു RB1 പ്ലസ് RB2. റിയാക്ഷൻസ് RA ആക്ട് ചെയ്യുന്നുണ്ട്, RB1 ഉണ്ട് ഇവിടെ ഫോർ ദ സ്പാൻ എ ബി. പിന്നെ ബി സി സ്പാനിൽ RB2 RC. ആക്ട് ചെയ്യുന്ന ലോഡ് ഏതായിരുന്നു? ഒരു 30 kN/m ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് 107.40 ആക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ പോസിറ്റീവ് 55.20 ആക്ട് ചെയ്യുന്നുണ്ട്. ബി സി സ്പാൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് 55.20 ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പോർഷനിൽ നോക്കിക്കഴിഞ്ഞാൽ 52.40 ആക്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇസ് എ ക്ലോക്ക് വൈസ് മൊമെൻറ്റ്. അപ്പം നമ്മൾ ആദ്യം ഒന്ന് നോക്കുക. ടേക്കിംഗ് മൊമെൻറ്റ് എബൌട്ട് എ ഇസ് ഈക്വൽ ടു 0. ക്ലോക്ക് വൈസ് മൊമെൻറ്റ് നമ്മൾ പോസിറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഷിയർ ഫോഴ്സ് ഡയഗ്രാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. സോ ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നത്? മൊമെൻറ്റ് എബൌട്ട് എ പോയിൻറ്റ് 0 ആക്കി എടുക്കുകയാണ്. അപ്പം RB1 × 6 വരുന്നത് എന്താണ്? ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. സോ ടേക്ക് ഇറ്റ് ആസ് നെഗറ്റീവ്. ഞാൻ ഇവിടെ മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ക്ലോക്ക് വൈസ് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്. സോ ഇത് വരുന്നത് എന്താ? ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. സോ -RB1 × 6 ആയിരിക്കും വരിക. പിന്നെ മൊമെൻറ്റ് എടുക്കുകയാണെങ്കിൽ 107.40 ആൻറ്റി ക്ലോക്ക് വൈസ് ആണല്ലോ, സോ നെഗറ്റീവ് വാല്യൂ. പിന്നെ 55.20 എന്ന് പറഞ്ഞാൽ എന്താ? പോസിറ്റീവ് വാല്യൂ ആയിരിക്കും, കാരണം ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. അപ്പോൾ അത് എഴുതുക. പിന്നെ കമ്മിങ് ടു ദ ലോഡ് 30 kN/m ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ ലോഡ് ഫോർ ദിസ് സ്പാൻ എന്ന് പറഞ്ഞാൽ എന്താ? 30 × 6 ആയിരിക്കും. ഈ ലോഡ് എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? എക്സാക്ട്ലി സെൻറ്ററിൽ. അതുകൊണ്ട് 30 × 6 എന്ന ലോഡ് ഇറ്റ് ഈസ് ആക്ടിങ് അറ്റ് 3 meter ഡിസ്റ്റൻസ് ഫ്രം സപ്പോർട്ട് എ. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? മൊമെൻറ്റ് എബൌട്ട് എ പോയിൻറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് ഇക്വേറ്റ് ചെയ്യാം. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താ? RB1 വിൽ ബി ഈക്വൽ ടു 81.3 kN ആണ്. ഇനി നമുക്ക് വേണ്ടത് എന്താ? ഈ ഒരു പെർട്ടിക്കുലർ സ്പാനിൽ നമുക്ക് RA വാല്യൂ വേണം. ഓക്കെ, അതിന് വേണ്ടി ഞാൻ എന്താ ചെയ്യുന്നത്? σFy ഇസ് ഈക്വൽ ടു 0 എന്ന് എടുക്കുകയാണ്. ടേക്കിംഗ് ഓൾ ദ അപ്വേർഡ് വാല്യൂസ് ഓർ അപ്വേർഡ് റിയാക്ഷൻസ് ആസ് പോസിറ്റീവ്. ഇവിടെ ആക്ട് ചെയ്യുന്ന ഏതൊക്കെ ലോഡ്സ് ആണ്? ആക്ട് ചെയ്യുന്ന ലോഡ് 30 × 6 എന്ന ലോഡായിരിക്കും വരിക. പിന്നെ RA എന്ന് പറഞ്ഞൊരു ലോഡ് മേലോട്ടേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. RB1 മേലോട്ടേക്കാണ് ആക്ട് ചെയ്യുന്നത്. സോ ജസ്റ്റ് ആഡ് ഓൾ ദ വാല്യൂസ്. RA പ്ലസ് RB1 മൈനസ് വരാൻ റീസൺ എന്താണ്? ഈ ലോഡ് താഴോട്ടേക്കാണ് ആക്ട് ചെയ്യുന്നത്. ലോഡ് എന്ന് പറഞ്ഞാൽ 30 kN/m അല്ല, അത് പെർ മീറ്റർ ലെങ്ത്തിൽ ലോഡാണ്. സോ മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് 6 meter. അപ്പം ദിസ് ക്യാൻ ബി ഇക്വേറ്റഡ് ടു 0. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് RAയുടെ വാല്യൂ എന്താ കിട്ടുക? 98.7 kN ആണ് കിട്ടുക. ഓക്കെ, അപ്പം നമുക്ക് RA വാല്യൂ കിട്ടി, RB1 വാല്യൂ കിട്ടി. ഇനി രണ്ടാമത്തെ സ്പാൻ എടുക്കുന്നു. എല്ലാ മൊമെൻറ്റ്സും അതിൽ കാണിച്ചിട്ടുണ്ട്, ലോഡും കാണിച്ചിട്ടുണ്ട്. നമ്മളിവിടെ ചെയ്യുന്ന എന്താണ്? σMB ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുവാണ്. ക്ലോക്ക് വൈസ് മൊമെൻറ്റ്സ് പോസിറ്റീവ് എടുക്കുന്നു. ആക്ടിങ് ലോഡ് ത്രൂ ഔട്ട് ആക്ട് ചെയ്യുന്ന ലോഡെല്ലാം നമ്മൾ എന്താ? അപ്വേർഡ് ലോഡൊക്കെ പോസിറ്റീവ്, ഡൗൺവേർഡ് ലോഡൊക്കെ നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. സോ ടേക്കിംഗ് മൊമെൻറ്റ് എബൌട്ട് B ഇസ് ഈക്വൽ ടു 0. RC വാല്യൂ
ഓക്കെ, റിയാക്ഷൻ ആർ സി ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ ഇതെങ്ങനെയാണ് വരിക? ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആയിരിക്കും. സോ പുട്ട് എ മൈനസ് വാല്യൂ. ഇനി 52.40 എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. സോ പോസിറ്റീവ് വാല്യൂ. മൈനസ് 55.20 എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. സോ അത് മൈനസ് ആയി കാണിക്കുന്നു. നെക്സ്റ്റ് ലോഡ് എന്താണ്? 72 ആണ്. ഈ ലോഡ് എവിടത്തേക്കാണ് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടുന്ന് ആക്ട് ചെയ്യുന്നത്? ഇറ്റ് ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 4 മീറ്റർ ഫ്രം RB2. നമ്മൾ മൊമെൻറ്റ് അബൌട്ട് ബി ആണ് എടുക്കുന്നത്. അപ്പോൾ 72ൽ നിന്ന് RB2ലേക്ക് ഡിസ്റ്റൻസ് 4 ആണ്. സോ 72 × 4 ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമ്മളിത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആർ സിയുടെ വാല്യൂ 47.53 kN ആണ് കിട്ടുക. പിന്നെ രണ്ടാമത് ചെയ്യേണ്ട കാര്യം, all the loads acting in this beam is taken as 0. അപ്വേർഡ് എല്ലാ ഫോഴ്സസും നമ്മൾ പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. ഇവിടെ ആക്ട് ചെയ്യുന്ന RB2 എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ട്, പിന്നെ RC എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ട്. രണ്ടും ആഡ് ചെയ്യുന്നു. പിന്നെ 72 എന്ന ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇസ് ആക്ടിങ് ഡൗൺവേർഡ്. സോ ടേക്ക് ഇറ്റ് ആസ് നെഗറ്റീവ്. എല്ലാ ലോഡും കൂടി ആക്ട് ചെയ്യുന്ന സംഭവം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കണം അതിൻ്റെ വാല്യൂ? സമ്മേഷൻ ഓഫ് ഓൾ ദ ഫോഴ്സസ് ആക്ടിങ് ഇൻ ദ വൈ ഡയറക്ഷൻ ഓർ ഇൻ ദ വെർട്ടിക്കൽ ഡയറക്ഷൻ ഇസ് ടേക്കൺ ആസ് 0. അപ്പം നമുക്ക് ആർ സിയുടെ വാല്യൂ അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ RB2യുടെ വാല്യൂ 24.47 kN കിട്ടും. ഓക്കെ, സോ RA വാല്യൂ 98.7, RB വാല്യൂ എന്താണ്? RB1 പ്ലസ് RB2 ആയിരിക്കും. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ RB1 എന്ന് പറഞ്ഞാൽ 81.3 ആണ്, RB2 എന്ന് പറഞ്ഞാൽ 24.47 ആണ്. രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 105.77 kN കിട്ടും. RC വാല്യൂ 47.53 kN ആണ്. ഇനി നമ്മൾ ഇതിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രം കംപ്ലീറ്റ് ചെയ്യണം. അപ്പം ജസ്റ്റ് ആ സ്പാൻ ഒന്ന് മാർക്ക് ചെയ്യുന്നു. ABC. എയിൽ ആക്ട് ചെയ്യുന്ന ലോഡ് എത്രയായിരുന്നു? RA റിയാക്ഷൻ ലോഡ് 98.7 ആണ്. അപ്പോൾ അത് പോസിറ്റീവ് വാല്യൂ ആയതുകൊണ്ട് നമ്മൾ ന്യൂട്രൽ ആക്സിസിൻ്റെ മേലോട്ടേക്ക് റെപ്രസെൻറ്റ് ചെയ്തു 98.7. പിന്നെ ഏത് ലോഡാണ് ആക്ട് ചെയ്യുന്നത്? ABയിൽ ആക്ട് ചെയ്യുന്ന ലോഡ് 30 kN/m ആണ്, ഡൗൺവേർഡ്. ഓക്കെ, അപ്പം UDL ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രം? പോസിറ്റീവ് വാല്യൂയിൽ നിന്ന് നേരെ നെഗറ്റീവ് വാല്യൂയിലേക്കാണ് വരിക. ഓക്കെ, സോ ഇവിടെ 98.7 കിട്ടിയിരിക്കുന്ന വാല്യൂ -30 × 6 നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ വാല്യൂ വരുന്നത് അതായിരിക്കും ഈ വാല്യൂ. അങ്ങനെ കിട്ടുന്ന വാല്യൂ 81.3 kN ആണ്. ഓക്കെ, ഇനിയിപ്പം നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന വാല്യൂ, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 81.3 ആണ്. RBയുടെ വാല്യൂ എത്രയാണ്? 105.77 ആണ്. അപ്പോൾ 81.3 പ്ലസ് എന്ത് ചെയ്യണം? -81.3 ആയിരിക്കുമല്ലോ, കാരണം ഇത് ബിലോ ന്യൂട്രൽ ആക്സിസ് ആണ്. അപ്പോൾ -81.3 പ്ലസ് 105.77 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 24.47 ആണ് കിട്ടുക. സോ റെപ്രസെൻറ്റ് 24.47 എബവ് ദ ന്യൂട്രൽ ആക്സിസ്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഇവിടെയുള്ളത് 24.47ലാണ്. പിന്നെ നമ്മൾ ബീമിൽ നോക്കിക്കഴിഞ്ഞാൽ ലോഡൊന്നുമില്ല. 72 kN ലോഡുള്ളത്. അത് ആക്ട് ചെയ്യുന്ന എവിടെയാണ് എക്സാക്ട്ലി? ബിയിൽ നിന്ന് 4 മീറ്റർ ഡിസ്റ്റൻസ് വരെ ഒരു ലോഡും ആക്ട് ചെയ്യുന്നില്ല. സോ ജസ്റ്റ് ഒരു റെക്ടാങ്കിൾ പോലെ കാണിക്കുക. ഓക്കെ, പിന്നെ ആക്ട് ചെയ്യുന്നത് 72 kN ലോഡാണ്. അപ്പോൾ 24.47 -72 ബിക്കോസ് ഇറ്റ് ഇസ് ആക്ടിങ് ഡൗൺവേർഡ്സ്. അപ്പോൾ -72 ചെയ്ത് കഴിഞ്ഞാൽ 47.53 കിട്ടും. ഓക്കെ, ഇനിയിപ്പം 47.53 നിന്ന് നമ്മൾ നേരെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് RCക്ക് വാല്യൂ ഉണ്ടല്ലോ. RC വാല്യൂ എത്രയാണ്? 47.53 ആണ്. അപ്പം ജസ്റ്റ് 47.53 -47.53 ആയിരിക്കും ഇവിടെ കിട്ടിയിട്ടുണ്ടാവുക. നമ്മൾ നോ ലോഡ് ഇങ്ങനെ പോയി ഇവിടെ എത്തുമ്പം ഒരു പോസിറ്റീവ് 47.53 വന്നു. നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നേരെ ന്യൂട്രൽ ആക്സിസിൽ നമ്മൾ എത്തും. സോ ദിസ് ഇസ് ഹൗ യു ഹാവ് ടു ഡ്രോ ദ ഷിയർ ഫോഴ്സ് ഡയഗ്രാം.